കൂട്ടുകാരെ, ഞങ്ങളൊരു പഞ്ചസാരയുടെ കട തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് പഞ്ചസാര തരാം. ഞാനിപ്പോ ചിങ്കൻ സാറോട് റിക്വസ്റ്റ് ചെയ്യാണ്, തേങ്ങ ഉടച്ചിട്ട് ഞങ്ങളുടെ കട ഉദ്ഘാടനം ചെയ്യണോന്ന്. നോ 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 നോ, നിങ്ങളുടെ ഒരു കാര്യം എനിക്ക് ഉദ്ഘാടനം ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഉദ്ഘാടനം ചെയ്യുകയാണെങ്കിൽ തന്നെ അത് സ്വയം എനിക്ക് തന്നെ ഞാൻ അപകടം വരുത്തുന്ന പോലെയാണ്. അതുകൊണ്ട് എന്നെ പ്രതീക്ഷിക്കണ്ട. എന്റെ അമ്മ, ഇപ്പൊ ഉദ്ഘാടനം ചെയ്യാതെ തന്നെ ഞാൻ അപകടത്തിലായല്ലോ. അമ്മേ. ഇത്രയധികം പഞ്ചസാരയോ? കൂട്ടുകാരെ, പാർട്ടി ടൈം. പഞ്ചസാരയോട് പഞ്ചസാര. വേഗം വരൂ. കൂട്ടുകാരെ, പാർട്ടി ടൈം. പഞ്ചസാരയുടെ ഒരു കൂട്ടം കിട്ടി. വേഗം വാ. മോട്ടു, എനിക്ക് തോന്നുന്നു ദൂരേന്ന് എവിടെന്നോ ഒരു ചെണ്ടക്കൊട്ടിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെന്നാ. അതെ പത്തലു, എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. ഇതെന്താ? പത്തലു, പത്തലു, ഇങ്ങോട്ട് നോക്കൂ. കച്ചവടം തുടങ്ങിയപ്പോഴേ മോഷ്ടിക്കാൻ ആൾക്കാർ വന്നേ. ദേ കണ്ടില്ലേ മോഷണം പോകുന്നത്. ഉസ്, ഉസ്, ഉർ, ഉർ, ഉഷ്, ഉഷ്, ഉർ. എന്തെങ്കിലും ചെയ്യൂ. വേണ്ട. ഇനി ഉറുമ്പുകളൊക്കെ എങ്ങനെയായി വെള്ളവും മറികടന്ന് ഇപ്പുറത്തേക്ക് വരിക? ആ അതെ, ഇപ്പൊ നമ്മുടെ പഞ്ചസാര സേഫാ. നമ്മുടെ കയ്യിൽ എന്തുമാത്രം പഞ്ചസാര ചാക്കുണ്ട്? നമ്മൾ ഇതുവരെ അത് എണ്ണിട്ടേ ഇല്ല. 1 2 3. ഇല്ല പത്തലു, ദേ ഉറുമ്പുകൾ അവരുടെ പണി വീണ്ടും തുടങ്ങിയിരിക്കുന്നു. കൂട്ടുകാരെ, അറ്റാക്ക്. എന്റെ പത്തലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എന്തെങ്കിലും ചെയ്യൂ, അല്ലെങ്കിൽ പഞ്ചസാര ഇങ്ങനെ അങ്ങ് തീർന്നു പോവും. ഐഡിയ, മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണം. കള്ളന്മാരെ കൊണ്ട് തന്നെ പാഠം പഠിപ്പിക്കണം. ഈ പണി നമുക്ക് ജോണിന് വിട്ടുകൊടുക്കാം. ഈ മോഷണം തടയാൻ അത് അവനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. കള്ളത്തരത്തിൽ എക്സ്പേർട്ട് ആണ് അവൻ. ഈ ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജോണിന് എന്തെങ്കിലും ഫീസ് കൊടുക്കാം. ഹലോ ജോൺ.
നിങ്ങൾ എന്നെ വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷേ ചിക്കിലി തരണം, അല്ലാതെ ഇതൊന്നും വർക്കൗട്ട് ആകാൻ പോകുന്നില്ല. കൊള്ളാം ബോസ് കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞേ. എടാ, കവിതയ്ക്കുണ്ടായവനെ കവിതയുടെ കാര്യമൊക്കെ വിട്. എന്നിട്ട് നീ ഇവിടെ നിൽക്ക്, ഞാനൊന്ന് അകത്ത് പോയിട്ട് വരട്ടെ. ഉറുമ്പുകളെ, നിങ്ങൾ എവിടെയാ ഒളിച്ചിരിക്കുന്നത്? മര്യാദയ്ക്ക് പുറത്തേക്ക് വരുന്നത് നല്ലത്. അറ്റാക്ക്! ലെവന്മാരുടെ അടുത്ത് ഞാൻ വേദനിച്ച് കരയുകയാണെന്ന് അറിഞ്ഞാൽ എന്റെ സകല വിലയും പോകും. മിണ്ടാതിരിക്കാം. ജോൺ, അവിടെ നിൽക്ക്. പത്തലു, ഈ ഉറുമ്പുകൾ നമ്മൾ വിചാരിച്ചതുപോലെയൊന്നുമല്ല. മനസാക്ഷിയില്ലാത്ത ഉറുമ്പുകളാ. നമ്മളെ വിടുന്ന ലക്ഷണമില്ലല്ലോ. ഇനി ഇവിടെ യുദ്ധം സംഭവിക്കും. ഇത് നിങ്ങളുടെ അവസാനത്തെ അവസരമാണ്. ഇല്ലെങ്കിൽ യുദ്ധം ചെയ്യേണ്ടി വരും. അതായത് നിങ്ങളെയൊക്കെ ഞാൻ ഈ വാക്യൂം ക്ലീനറിൽ വലിച്ചെടുക്കേണ്ടി വരും. ആക്രമിക്കൂ! മുഴുവൻ ആർമിയും വന്നിട്ടുണ്ട്. വേഗം. എന്തിനാ എന്നെ അകത്തോട്ടേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത്? ഞാനല്ല നിന്നെ അകത്തേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത്. നീ വാക്വം ക്ലീനർ ഓഫ് ചെയ്തില്ലല്ലോ. കണ്ടില്ലേ കള്ളന്മാരുടെ ആറാട്ട്? ഒരു ചാക്കും കൊണ്ടാ പോകുന്നത്. എടാ ഉറുമ്പുകളെ, അവിടെ നിൽക്കേ. രക്ഷിക്കണേ. മോട്ടു അവന്മാര് കയ്യിൽ കിട്ടിയതുകൊണ്ട് എറിയാ. വേഗം ഓടിക്കോ. വേണ്ട, വേണ്ട. ചിങ്കം സാറേ, ദേ കണ്ടില്ലേ ആ ഉറുമ്പുകൾ ഞങ്ങളുടെ പഞ്ചസാര കൊണ്ടുപോകുന്നത്. Why fear when ചിങ്കം is here? ഈ ഉറുമ്പുകൾക്ക് അറിയില്ല ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. എന്റെ അമ്മോ, ഉറുമ്പുകളുടെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. എന്റെ പത്തിലവും വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എന്തെങ്കിലും ചെയ്യേ. ഐഡിയ. മതിയാക്ക് നിങ്ങളുടെ അർമാദമൊക്കെ. ഇനി ഞങ്ങളുടെ പഞ്ചസാര ചാക്ക് ഞങ്ങളടുത്ത് തരുന്നതാ നല്ലത്. ഇല്ലെങ്കിലുണ്ടല്ലോ. ഇത് ഭയങ്കര ശക്തിയുള്ളതാണല്ലോ. എന്റെ പല്ല് ഒടഞ്ഞു പോയി. ഇവന്റെ ശരീരം മുഴുവൻ ഇരുമ്പിന്റെയാ. എന്റെ പല്ല് ഉടഞ്ഞു പോയി. മതി, ഇനി ഞങ്ങളുടെ ഊഴമാണ്. നിർത്തൂ, നിർത്തൂ പ്ലീസ്. ഞാൻ കീഴടങ്ങുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ പഞ്ചസാരയുടെ ചാക്കുകളൊക്കെ തിരിച്ചെടുത്തോണ്ട് പോവാം. അതെന്താന്ന് വെച്ചാ മഴക്കാലം വരികയല്ലേ.
ഞങ്ങൾ അതുകൊണ്ട് ആ മഴക്കാലത്തേക്കുള്ള ഭക്ഷണമെല്ലാം ശേഖരിച്ചു വെക്കുകയായിരുന്നു. അത് കാരണം ഞങ്ങളുടെ കുടുംബം ഒന്നും പട്ടിണി കിടക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ സോറി, നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കേണ്ടി വന്നു. ഓ സോറി സോറി, ഞങ്ങള് നിങ്ങളുടെ കുട്ടികളെ കുറിച്ചും കുടുംബത്തിനെ കുറിച്ചും ചിന്തിച്ചില്ല. സോറി. വി ആർ ആൾസോ സോറി. ഇപ്പൊ നിങ്ങൾ ഇതൊക്കെ കൊണ്ടുപോയിക്കോളൂ, പക്ഷെ ഇതിന് ശേഷം ഞങ്ങളുടെ കടയിലേക്ക് വരാൻ പാടില്ല, പ്ലീസ്. ഇനി പഞ്ചസാര തീർന്നു പോയാൽ ഞങ്ങളോട് മുന്നേ അങ്ങ് പറഞ്ഞാ മതി, ഞങ്ങൾ വീണ്ടും തന്നോളാം. ഹാ, നിങ്ങൾ രണ്ടുപേരും വളരെ നല്ല ആൾക്കാരാണ്. താങ്ക് യു ആൻഡ് ഐ സല്യൂട്ട് യു.